ഹായ് ഡിയർ, വെൽക്കം ടു ഗ്രാൻഡ് ഡിസൈൻസ്. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ശാസ്താംകോട്ട ഭരണിക്കാവ് ചെക്കുള്ള റോഡിലായിട്ടാണ്. ഞാനിന്ന് കാണിക്കുന്നത് നമ്മുടെ പാകിസ്ഥാനി ടൈപ്പ് ഓഫിൽ വന്നിട്ടുള്ള രീതിയിലുള്ള, അതായത് ഈ ഒരു കുഞ്ചലങ്ങൾ വന്നിട്ടുള്ള രീതിയിലുള്ള നമ്മുടെ അനാർക്കലി മോഡലിൽ വന്നിട്ടുള്ള ചുരിദാറിന്റെ കളക്ഷൻസ് ആണ്. നല്ല രസമായിട്ടുള്ള വൺ കളറിലാണ് കേട്ടോ അത് അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. ലാവൻഡർ ആണ് കളർ വന്നിരിക്കുന്നത്. നല്ല രസമായിട്ടുള്ള കളറാണ്. നമുക്കൊരു സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു ലുക്കും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. പ്യുവർ ആയിട്ടുള്ള എന്താ പറയാ, ക്രേപ്പ് ആണ് മെറ്റീരിയൽ. നല്ല സോഫ്റ്റ് ആണ്. നമുക്ക് നല്ല ഒഴുകി കിടക്കുന്ന രീതിയിലും അധികം വണ്ണം ഒന്നും ഫീൽ ചെയ്യാത്ത രീതിയിലുമാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എപ്പോഴും അങ്ങനെയാണ് വരുന്നത്. അപ്പോ ഇതിന്റെ നെക്ക് പോർഷനിലായിട്ട് എന്താ പറയാ, ചെറിയ ചെറിയ സ്റ്റോൺസും മിറേഴ്സും ഒക്കെ കൊണ്ട് ചെയ്തിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫുള്ളി ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ദാമൻ ഏരിയയിലും കുഞ്ചലങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ എൻഡിലായിട്ടും ഇതുപോലെ കുഞ്ചലങ്ങൾ വരുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട ഈ ഒരു രീതിയിലും സൈഡിലായിട്ട് ഇതുപോലെ ബോർഡറും കൊടുത്തിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോ ഇതിന്റെ സൈസസ് ഉള്ളത് LXL, XXL, 3XL സൈസ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് 3XL സൈസസിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാം, അത്രയാണ് ഇതിന്റെ കാര്യം. ഇതിന്റെ മോഡൽ നോക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഫുള്ളായിട്ടും ഫ്ലോറൽ പ്രിന്റ് ആണ്. നല്ല രീതിയിലുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത്. മെറ്റീരിയലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള മെറ്റീരിയൽ ആണ്. നല്ല സിമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എന്നാൽ നമ്മുടെ ട്രെൻഡിങ്ങുമായിട്ടുള്ള രീതിയിലുള്ള ഐറ്റം ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ്. കഫ്താൻ അതുപോലെ ഇതൊക്കെയാണ് ഇപ്പം ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. ഇതിന്റെ പാന്റ് കണ്ടില്ലേ. അപ്പോ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് 2680 ആണ്. 2680 ആണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത്. സൈസസ് ഉള്ളത് LXL, XXL, XXL ആണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒന്ന് രണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐറ്റം കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്സിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഐറ്റം കയ്യിൽ കിട്ടുമ്പോൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക. ഓപ്പണിംഗ് വീഡിയോ എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഐറ്റം ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ, ചിലപ്പോൾ നമുക്ക് ഒരു ഐറ്റത്തിന്റെ ലെങ്ത് 56 ആയിരിക്കും വരുന്നത്. അതിന് ചിലപ്പോൾ എന്താ പറയാ, നിങ്ങൾക്ക് വേണ്ട ലെങ്ത് 58 ആയിരിക്കാം. അപ്പൊ നിങ്ങൾ നമ്മളോട് ജസ്റ്റ് ഒന്ന് ചോദിക്കുക, ഇത്രയും സൈസ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐറ്റത്തിന് കംപ്ലൈന്റ് ഇല്ലാതെ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടില്ല. നമ്മൾ ഇവിടുന്ന് ജെന്യൂൻ ആയിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഐറ്റം സെയിം സൈസിൽ നിങ്ങൾ പറഞ്ഞ രീതിയിൽ അയക്കുന്ന ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റിട്ടേൺ ഉണ്ടാവില്ല. നമ്മളുടെ ഭാഗത്തുനിന്ന് മറ്റ് കംപ്ലൈന്റ്സ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടില്ല. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് സ്ലീവിന് ലൈനിങ് വേണമെന്നുണ്ടാവും. ചില ഐറ്റത്തിന്റെ സ്ലീവിന് ലൈനിങ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വീഡിയോയിൽ പറഞ്ഞു പോകാൻ പറ്റില്ല. എല്ലാ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഐറ്റത്തിന്റെ ഒരു ടോട്ടൽ പിക്ചർ ആണ് നമ്മൾ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടാവും. ലെങ്ത്, അതുപോലെ പാന്റിന്റെ ലെങ്ത് ചിലർക്ക് 38 മതി, ചിലർക്ക് 40 തന്നെ വേണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ഇപ്പോ നമ്മൾ ഒരിക്കലും ഒരു സൈറ്റ് അല്ല, നമ്മൾ വാട്സപ്പ് ഓർഡേഴ്സ് ആണ് എടുക്കുന്നത്. നിങ്ങൾ എന്ത് ചോദിച്ചാലും, നമ്മൾ ഏത് മെഷർമെന്റ് ചോദിച്ചാലും, നമ്മൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്കറിയാം, നമ്മൾ എന്ത് മെഷർമെന്റ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു തരും. നമ്മൾ ആ സെയിം ഐറ്റത്തിൽ തന്നെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പ്രിഫറൻസ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു വിഷമം വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുടെ സൈസിലും കാര്യത്തിലും എല്ലാം തന്നെ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ എന്താ പറയാ, അപ്പൊ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഷോപ്പിൽ വന്നാൽ ഈ ഐറ്റം പർച്ചേസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.